കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശമാർ മാർച്ച് നടത്തും. മാർച്ചിനോടനുബന്ധിച്ച് ഒറ്റപ്പാലത്ത് പ്രതിഷേധ സംഗമം നടത്തി. ഹോണറേറിയം 21,000 രൂപയായി ഉയർത്തുക, സ്ഥിര നിയമനം നടപ്പിലാക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാർ സമരം നടത്തുന്നത്. ക്ലിഫ് ഹൗസ് മാർച്ചിനോടനുബന്ധിച്ചാണ് ഒക്ടോബർ 15-ന് ഒറ്റപ്പാലത്ത് പ്രതിഷേധ സംഗമം നടന്നത്. യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പഠനം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ ദുരിതം പേരെക്കൊണ്ടാണ് ഈ ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത്. ആശാ വർക്കർമാർ ഇവിടെ കഴിഞ്ഞ 8 മാസക്കാലമായി പ്രതിഷേധ സമരത്തിലാണ്. അധ്യാപകർ സമരത്തിലാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയും വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേറെ പറയുന്നു, ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ ജോലി ചെയ്തിരുന്ന, പിന്നീട് റിട്ടയർമെൻ്റായി വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വിശ്രമ ജീവിതം അനുഭവിക്കുന്ന പോലീസുകാർ വരെ ഈ സർക്കാരിനെതിരെ സമരം ചെയ്ത സാഹചര്യങ്ങൾ കഴിഞ്ഞ ചില 10 ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊക്കെ കണ്ടതാണ്. ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നാട്ടിലെ സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി അവരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് കരസ്ഥമാക്കണം. ആ വോട്ട് കരസ്ഥമാക്കുന്നതിന്റെ ഭാഗമാണിതല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സരിക്കുക മാത്രമല്ല, സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും മന്ത്രിമാരും അതുപോലുള്ള ശ്രേണിയിൽപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ ആളാവുകയും ആണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ എന്ന് മനസ്സിലാക്കുന്ന വിഭാഗങ്ങളുടെ സ്വഭാവം അതാണ്. തോമസ് ജേക്കബ്, അബ്ദുൾ അസീസ്, മുഹമ്മദ് അലി, ജിതേഷ്, സുഗന്ധി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ബിന്ദു, ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.